LDF, UDF, BJP. LDF എന്തുകൊണ്ട് LDF? ഒരു ഭരണമാറ്റം സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടായിരിക്കും. ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? അഥവാ മണ്ഡലം ആര് പ്രതിനിധീകരിക്കണം? LDF, UDF, BJP. അതൊന്നും പ്രത്യേകിച്ചൊന്നും പറയല്ല. പറഞ്ഞു BJP ജയിക്കണം. എന്തുകൊണ്ട് BJP? ഇത് രണ്ടും ഒരേ മുന്നണിയാണ് നിൽക്കുന്നത്. ഒരേ തൂവൽ പക്ഷി നിങ്ങൾ നിർത്തിയ പോലെ തന്നെ ഒരേ അടുത്തടുത്ത് നിർത്തിയ ഒരാൾ മതിയായിരുന്നു അല്ലേ? ഒരേ തൂവൽ പക്ഷികളാണ്. നിങ്ങൾ ഇന്ത്യ മുന്നണി വിട്ടാൽ, കേരളം വിട്ടാൽ, പിന്നെ നിങ്ങൾ എന്തിനാ രണ്ടുപേരും മത്സരിക്കുന്ന ചോദ്യം? തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട. കേരളത്തിലെ ജനങ്ങളുടെ പൊതുവെയുള്ള ചോദ്യം. ഗിരീഷ് പറഞ്ഞതല്ല, ഞങ്ങളും യെച്ചൂരിയൊക്കെ നല്ല ടേംസിലാണ്. ഗിരീഷ് ഉണ്ടോ? യെച്ചൂരിയായിട്ട് നല്ല ടേംസിലാണ്. പക്ഷേ അഖിലേന്ത്യാ സെക്രട്ടറി മോഡിജിക്ക് ശക്തി പകരാൻ BJP ആണോ ജയിക്കുന്നത്? അരുൺ പറയൂ. ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ സ്വാധീനിക്കും വോട്ടർമാരെ. അതുകൊണ്ട് പക്ഷേ നോക്കൂ, അതാണ് ചോദ്യം. നിങ്ങൾ രണ്ടുപേരും ഒറ്റ മുന്നണിയായിട്ട് മത്സരിക്കുന്നു. VK സജീവന്റെ മനസ്സിപ്പോൾ കുളിർമയുണ്ട്. കാര്യം നിങ്ങൾ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒന്നും VK സജീവന്റെ പാർട്ടി മറ്റൊന്നുമാണ്. അല്ലല്ല, നോക്കൂ, ഇവിടെ ഒരു കോൺഗ്രസ് നേതാവ് തന്നെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞല്ലോ കേരളത്തിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണി തമ്മിലാണെന്ന് മത്സരം എന്ന് പറഞ്ഞല്ലോ. എന്തിനാണ് കേരളത്തിൽ രണ്ടായി മത്സരിക്കുന്നതെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊന്ന് പറയൂ. സന്ദേശ സിനിമയിലെ ഡയലോഗിന്റെ പശ്ചാത്തലത്തിൽ ഈ കേരളത്തിൽ BJPയും കോൺഗ്രസുമാണ് ഒന്നിച്ചു നിൽക്കുന്നത്. സജീവ ചോദിച്ച ചോദ്യം ഇതാ: അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനു പകരം ഈനാമ്പെട്ടിയും മരപ്പെട്ടിയും, ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും തേളും എലിപ്പത്തായും ഒന്നും ആവാതിരിക്കാൻ. ഇതേപോലെ ഒന്ന് ഞാൻ ചോദിക്കട്ടെ സജീവേട്ടാ, ഇപ്പോ ഡോക്ടർ മാധവൻകുട്ടി അദ്ദേഹത്തിന്റെ മാധവൻകുട്ടി സാർ ആരായിരുന്നു RSSന്റെ? ഇപ്പൊ നമ്മൾ വാർഷികാഘോഷിക്കണ്ടല്ലോ, ആരായിരുന്നു RSSന്റെ? അദ്ദേഹത്തിന്റെ ചുമതലയൊന്നുണ്ടായിരുന്നില്ല. RSSന്റെ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടർ, ആ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടർ 1991 ആരായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി? ആരായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി? ഈ കോഴിക്കോട് നഗരത്തിൽ ഞങ്ങൾ നേരെ പറയാ, വടകര ആരായിരുന്നു സ്ഥാനാർത്ഥി? നിങ്ങളാണ് സഖ്യം ഉണ്ടാക്കിയത്, നിങ്ങളാണ് ഒന്നിച്ചു നിന്നത്, നിങ്ങളാണ് ഒന്നിച്ച് കട്ടത്. ഞങ്ങൾ ഈ പക്ഷേ ഗിരീഷേ, ചോദ്യം നിങ്ങൾ BJP തമ്മിലുള്ള ബന്ധമില്ല, നിങ്ങൾ തമ്മിൽ ഒന്നാണ്. കേരളത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും തകർക്കാൻ, കേരളത്തിലെ ഈ സർക്കാരിനെ തകർക്കാൻ നിങ്ങൾ രണ്ടു കൂട്ടരും ഒന്നിച്ച് സമരം നടത്തുന്നു, നിങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു, നിങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നു. ഒന്നിച്ചാണോ അല്ലയോ എന്നതാണ് ചോദ്യം. നിങ്ങൾ ഒന്നിച്ചാണോ അല്ലയോ എന്നതാണ് ചോദ്യം. ഈ കേരളത്തിൽ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിനെ ഞങ്ങൾ തോൽപ്പിക്കും, UDFനെ ഞങ്ങൾ തോൽപ്പിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. ഞാൻ വരാം. പക്ഷെ നിങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിച്ചാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നിങ്ങൾ കാണുന്നത് ആരെയാ? കേന്ദ്രത്തിൽ എനിക്ക് മനസ്സിലാവും.